മോളെ മോളെ, എന്താ പറ്റിയേ? എന്താ പറ്റിയേ? ഒന്നുമില്ല അമ്മേ. ഞാൻ ഞാൻ ഒരു സ്വപ്നം കണ്ട് പേടിച്ചതാ. എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ പെണ്ണെ. അതെങ്ങനെയാ? 24 മണിക്കൂറും ഈ സാധനം തോണ്ടിക്കൊണ്ടിരിക്കുവല്ലേ, പിന്നെ എങ്ങനെ ശരിയാവാനാ? എന്താടി ഈ രാത്രി ഒച്ചപ്പാട്? കള്ളനെങ്ങാനും കേറിയോ? ആ, ഇനി അതിന്റെ ഒരു കുറവും കൂടിയുള്ളൂ. എന്റെ അമ്മേ, അവൾ ഒരു സ്വപ്നം കണ്ട് പേടിച്ചതാ, വേറെ ഒന്നുമില്ല. പ്രാർത്ഥനയില്ല, പ്രവൃത്തിയില്ല, പിന്നെ സ്വപ്നം കാണാൻ നിൽക്കോ? എന്റെ മോള് സമാധാനത്തോടെ കിടക്ക്. മുത്തശ്ശി ഇവിടെ ഇരിക്കാം. മോളെ മോളെ, എണീക്ക്, സ്കൂളിൽ പോവണ്ടേ നിനക്ക്? ഇന്ന് വയ്യ എൻ്റെ അമ്മേ, പറ്റുന്നില്ല. ഭയങ്കര കഷ്ടം, തലവേദന. ഞാനിന്ന് പോകുന്നില്ല. ശരി, എന്നാൽ ടീച്ചറെ വിളിച്ച് പറയാം. ഈ ടീച്ചറിനൊന്ന് ഫോൺ എടുത്തൂടെ? ടീച്ചർ തിരക്കിലായിരിക്കും. അമ്മ വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടാൽ മതി. മനു അങ്കിളിനെ വിളിക്കാം. അങ്കിളിനോട് വന്ന് ഒന്ന് നോക്കാൻ പറയാം. നിന്റെ ഡോക്ടർ അങ്കിളല്ലേ, വരുമായിരിക്കും. അത് വേണ്ട അമ്മേ, എനിക്കൊരു കുഴപ്പവുമില്ല. അമ്മേ, ഇപ്പോൾ സ്കൂൾ ബസ് വരില്ലേ? എന്റെ പാൻസും ഷർട്ടും എവിടെയാ? എടാ, ആ മേശപ്പുറത്തുണ്ട്, ഒന്ന് എടുത്തിട്. അമ്മേ, ഇന്ന് ഫുഡ് വേണ്ട. ക്യാൻറ്റീനിൽ ബിരിയാണിയുണ്ട്, ഞാൻ ബിരിയാണി വാങ്ങിച്ചു കൊള്ളാം. ഓ ശരി, അപ്പോൾ പൈസയും നീ കൊടുക്കുമായിരിക്കും. മര്യാദക്ക് അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ടിഫിൻ എടുത്ത് പോയിക്കൊള്ളണം. ഈ അമ്മയുടെ ഒരു കാര്യം. എന്നാ മോള് മുത്തശ്ശിയുടെ അടുത്തിരുന്നോ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ പിൻവിട്ടുന്നില്ല. അണ്ണനല്ല, അമ്മയാ വരുന്നേ. നിന്നോട് റെഡിയാവാൻ പറഞ്ഞിട്ട് ഡാൻസും കളിച്ച് നിൽക്കുവാണോ? ബാഗ് എടുക്കണം. അമ്മേ, ഞങ്ങൾ പോവുകയാണ്. ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിക്കോളാം മോളെ, നിങ്ങൾ പോയിട്ട് വാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. എന്താ എൻ്റെ കുട്ടി, വല്ലാത്തൊരു കഷ്ടം പോലെ? പനി കൂടുന്നുണ്ടോ? ഇല്ല മുത്തശ്ശി. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. മുത്തശ്ശിക്കാവുന്നത് പോലെ സഹായിക്കാം. ടീച്ചേഴ്സുമായി അടി കൂടിയോ നീ? ഇല്ല മുത്തശ്ശി, അങ്ങനെയൊന്നുമില്ല. ഞാൻ നാളെ വരാം, ഉറപ്പായും വരാം. എന്താ മോളെ, ആരാ വിളിച്ചേ? മുത്തശ്ശി, എനിക്ക് വയ്യ, ഒരു സുഖമില്ലാത്ത പോലെ. എനിക്കൊന്ന് കിടക്കണം. വയ്യ മുത്തശ്ശി. വാ, നമുക്കകത്ത് കിടക്കാം. എടാ മനുവേ, നീ ഒന്ന് വേഗം വന്നേ.
നമ്മുടെ അനുവിന് ഒരു വല്ലായ്മ. വേഗം വരണം. ഞാൻ ഇപ്പോൾ എത്താം മുത്തശ്ശി. പോകാൻ ഇറങ്ങുന്നു. ദാ 2 മിനിറ്റ്. അയ്യോ, മോളെ വിളിച്ചില്ലല്ലോ. വിളിച്ചു പറയാം. എടീ കൊച്ചേ, നീ ഒന്ന് വേഗം വാ. അനുമോൾക്ക് ഒരു വല്ലായ്മ. വേഗം വാ. എന്താ മുത്തശ്ശി, എന്തു പറ്റി? അറിയില്ല മോനെ, അവൾ അകത്ത് കിടക്കുക. ഞാനൊന്ന് നോക്കട്ടെ. എന്താ അമ്മേ, എന്തു പറ്റി മോൾക്ക്? നീ അകത്ത് ചെല്ല്, മനു നോക്കുന്നുണ്ട്. മോളെ, എന്താ പറ്റിയേ? ചേച്ചി വെളിയിൽ നിൽക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. എനിക്ക് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മനു, എന്താടാ എന്റെ മോക്ക്? കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ വെച്ച് ഒരു ഫംഗ്ഷനിടയിൽ അവളെ ആരോ ശല്യപ്പെടുത്തി. അവളുടെ ഫോട്ടോ എടുത്തെന്നോ അത് പരസ്യമാക്കിയെന്നോ ഒക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. ആ, നിന്നെ കാത്ത് അവനവിടെ നിൽപ്പുണ്ട്. കുറെ നാളായി നിന്റെ മറുപടിക്കായി അവൻ കാത്തു നിൽക്കുന്നു. എനിക്കൊന്നും വയ്യ. നീ ചുമ്മാ ഒരു യെസ് പറ. ഞാൻ യെസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലേ, നീ ചെല്ല്. അനു, നിങ്ങൾ സംസാരിക്കേ. എന്റെ ഡാൻസ് തുടങ്ങാൻ സമയമായി. ഞാൻ പോയിട്ട് വേഗം വരാം. പൂവേ പൂവേ താഴം പൂവേ
തണ്ടിലൊരീണം ഒഴിഞ്ഞുവോ മണിച്ചുണ്ടിൽ ഇന്നൊരു തേൻകണം തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്കു ഞാൻ എൻ്റെ നൈവേദ്യമാക്കി കൂടെവിടെ മുല്ലക്കാടെവിടെ ചെല്ലക്കാറ്റിനോടാ കഥ പറയുകില്ലേ ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം വരൂ, നമുക്കൊരു സെൽഫി ഒക്കെ എടുക്കാം. അയ്യോ വേണ്ട, ആരെങ്കിലും കാണും. ആര് കാണാൻ? നമുക്ക് ആ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോവാം. അയ്യോ വേണ്ട. ഇതൊക്കെ ഒരു രസമല്ലേ? വേണ്ട വേണ്ട. അനു അനു അതെ അതെ, അവർ തന്നെയാണ്. അവളുടെ സ്കൂളിൽ പഠിക്കുന്നവരല്ല, വേറെ ഏതോ പയ്യന്മാരാണ്. ആരാ മോനെ? ആരാ വിളിച്ചേ? ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ആ പയ്യന്മാരെ ഉടനെ പൊക്കും. അവർ അനുമോളെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ കുറച്ച് ഫോട്ടോസ് അവരുടെ കൈവശമുണ്ട്. അത് SI നോക്കിക്കോളും. അവർ പുറത്തു വരാത്ത രീതിയിൽ എന്തായാലും പൂട്ടും. ഈ സ്കൂളിലെ അധ്യാപകർക്ക് ഒരു പണിയുമില്ലേ? കുട്ടികളുടെ കാര്യം അവരല്ലേ കൂടുതൽ നോക്കേണ്ടത്? അധ്യാപകരെ പറഞ്ഞിട്ട് എന്തു കാര്യം? കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോൾ അധ്യാപകർക്കെതിരെ കേസും കൊലവിളിയുമായിട്ട് നടക്കുന്നത് ഈ പേരൻസ് തന്നെയല്ലേ? ഈയിടെയായി അവൾ തനിച്ചിരുന്ന് മൊബൈലിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ പഠിക്കുകയാണെന്നും പറയുന്നു. എന്തെങ്കിലും കൂടുതൽ ചോദിച്ചാൽ കടിച്ച് തിന്നാനുള്ള ദേഷ്യമാണ്. കഴിഞ്ഞ പരീക്ഷയിലും മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പാളും എന്നെ വിളിച്ചിരുന്നു. മറ്റുള്ളവരെ പഠിക്കാൻ സമ്മതിക്കാത്ത, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ എങ്ങനെയാണ് ജീവിതത്തെ നേരിടുക? കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ അധ്യാപകർക്കല്ലേ കൂടുതൽ ഉത്തരവാദിത്തം? കുട്ടികളെ പേടിച്ച് ജോലി ചെയ്യുന്ന അധ്യാപകരും. എന്തു ചെയ്താലും അധ്യാപകരെ കുറ്റം വിധിക്കുന്ന സമൂഹം ഈ നാടിന്റെ ശാപമാണ്. കുട്ടികൾ വഴിതെറ്റി പോകണമെന്ന് മനസാക്ഷിയുള്ള ഏതെങ്കിലും അധ്യാപകർ ചിന്തിക്കുമോ? ചേച്ചി, അവളുടെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചേല്. സോഷ്യൽ മീഡിയകളിലെ ബന്ധങ്ങളാണ് ഒരു പരിധിവരെ കുട്ടികളെ മോശമാക്കുന്നത്. എല്ലാ പാരന്റ്സ് മീറ്റിംഗിലും പ്രിൻസിപ്പാളും ടീച്ചേഴ്സും പറയുന്ന കാര്യമാണ്. പക്ഷേ കൺട്രോൾ ചെയ്യുന്നതിന് പരിധിയില്ലേ? കുട്ടികൾ നന്നായിട്ട് പഠിക്കണമെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും തമ്മിൽ നല്ല ബന്ധം വേണം. മക്കൾ നമ്മളുടേതാണ്. അവരെ സ്നേഹിക്കാനും ശാസിക്കാനും നേർവഴിക്ക് നടത്താനും രണ്ടു കൂട്ടരും ബാധ്യസ്ഥരാണ്. അത് ശരിയാണമ്മേ. അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ചു നിന്നാൽ ഈ സമൂഹത്തിലെ എല്ലാ ദുഷ്ടശക്തികളെയും എതിർക്കാനും തോൽപ്പിക്കാനും പറ്റും. അമ്മേ അമ്മേ. എന്താ മോളെ? അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ നന്നായി പഠിച്ചോളാം. ഇതിനി എനിക്ക് വേണ്ട. ഇതിന് നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ചീത്ത വശങ്ങളാണ് കൂടുതൽ ഉപയോഗിച്ചത്. സോറി. സാരമില്ല മോളെ, അമ്മയ്ക്കെല്ലാം മനസ്സിലായി. ഞാൻ കൂടെ തന്നെയുണ്ട്. ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത്.
അനുമോളെ, മറ്റുള്ളവർക്ക് വേണ്ടി കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിഞ്ഞ് നേർവഴിക്ക് നടക്കാൻ നമുക്ക് കഴിയണം. ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയുണ്ട്. നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണല്ലോ ജീവിതം. അത് മറ്റുള്ളവർക്കായി എറിഞ്ഞുടയ്ക്കും വിഡ്ഢികളാവരുതേ നമ്മൾ. വലിയോന്മാരെ വളർത്താൻ നമ്മൾ വഴിയിൽ രക്തം ചിന്തരുതേ. അവരുടെ ബലിയാടുകളായി തെരുവിൽ അറവിനു നിന്നു കൊടുക്കരുതേ. മരവും വേണ്ട 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 രാഷ്ട്രീയം. സ്വർഗം നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണല്ലോ ജീവിതം. അത് മറ്റുള്ളവർക്കായി എറിഞ്ഞുടയ്ക്കും വിഡ്ഢികളാവരുതേ നമ്മൾ. നൊന്തു വളർത്തിടും അച്ഛനും അമ്മയും എന്തിനു വേണ്ടി സഹിക്കുന്നു. വീട്ടിനു താങ്ങാത്തണലായി നമ്മുടെ മക്കൾ വളരണം. അറിവില്ലാ നാം പ്രായം പിഴയാൽ അവരുടെ വേർപ്പിൻ മാഹാത്മ്യം. അതിവേഗത്താൽ അറിയും നീല നെടുവീർപ്പിന്റെ കൊടുങ്കാറ്റും. വഴിയിൽ കുറുനരിയോരിയിടുന്നത് ചെവിയോർക്കാൻ നാം നിൽക്കരുതേ. പഠനം പഠനം നമ്മുടെ ലക്ഷ്യം. പരിമാവനം ഈ ദിവസങ്ങളിൽ. സ്വർഗം നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണല്ലോ ജീവിതം. അത് മറ്റുള്ളവർക്കായി എറിഞ്ഞുടയ്ക്കും